ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ സൺസ്ക്രീൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. ഞാൻ രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി. അപ്പം ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ടായിരുന്നു. അപ്പം തിരികെ വന്ന് ഇപ്പോൾ ഏകദേശം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഒന്നും കൂടെ മുഖം നല്ലവണ്ണം തുടച്ച് കഴുകിയൊന്നുമില്ല. പക്ഷേ ഞാൻ ടിഷ്യൂ ഇട്ടൊന്ന് തുടച്ചിട്ട് കുറച്ച് മോയ്സ്ചറൈസർ ഇട്ടു. കുറിയൊന്നും ഞാൻ മായ്ച്ചില്ല, കാരണം എനിക്കത് മായ്ക്കണ്ടെന്ന് തോന്നിയോണ്ട് ഞാൻ മായ്ച്ചില്ല. അപ്പോൾ സൺസ്ക്രീൻ എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. ഒരുപാട് ആൾക്കാർ പറയുന്നത് 2 ഫിംഗർ ആപ്ലിക്കേഷൻ ആണെന്ന്. 2 ഫിംഗറിൽ ഇത്രയും നീളത്തിന് സൺസ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ ഇത് വേസ്റ്റാണ്. ഇല്ലെങ്കിൽ നമ്മൾ ബാക്കി നമ്മുടെ കാണുന്ന ഭാഗത്ത് കൈയുടെ പുറകിലോ കഴുത്തിലോ ഒക്കെ ഇടണം. പക്ഷെ ഞാൻ ഒത്തിരി വീഡിയോസിൽ കണ്ട് കൈയുടെ 2 നീളത്തിന് ഇത്രയും സൺസ്ക്രീൻ എടുത്തിട്ട് മുഴുവൻ അപ്ലൈ ചെയ്യണം. അതിൻ്റെ ആവശ്യമേ ഇല്ല. നമ്മുടെ ഈ ഫിംഗറിൻ്റെ അതായത് ഇത്രയും നീളത്തിന് 1 ഇഞ്ചെന്ന് പറയത്തില്ലേ, അത്രയും നീളത്തിന് സൺസ്ക്രീൻ എടുത്താൽ മതി. സൺസ്ക്രീൻ എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മുടെ 2 ഫിംഗർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ അത്രയും വേസ്റ്റ് ആകും നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പോൾ കമ്പനിക്കാർ അതൊക്കെ പറയുമായിരിക്കും, കാരണം അവർക്ക് ആ കമ്പനിയിൽ നിന്ന് പ്രോഡക്ട്സ് ഒത്തിരി പോയാൽ അവർക്കത് ഗുണമാണ്. പക്ഷെ നമ്മുടെ ഇരിക്കുന്ന പോക്കറ്റിൽ പൈസ പോകരുതല്ലോ. അപ്പോൾ ഇത്രയും മതി. എന്തായാലും 2-3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളത് വീണ്ടും റീഅപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫിംഗറിൻ്റെ ഇതുവരെ ഈ ഒരു 1 ഇഞ്ച്, അതായത് ഈ ഒരു 9 ഉണ്ടല്ലോ നമ്മുടെ ഫിംഗറിൻ്റെ, അതുവരെ എടുത്താൽ മതി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ കയ്യിൽ ഫോട്ടോസ്റ്റേബിളിൻ്റെ സൺസ്ക്രീൻ ഉണ്ട്, സൺക്രോസിൻ്റെ ഉണ്ട്, മിനിമലിസ്റ്റിൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന ഈ സൺക്രോസിൻ്റെയാണ്. സൺക്രോസിൻ്റെ നല്ല സൺസ്ക്രീനാണ്, ഫോട്ടോസ്റ്റേബിളും നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ എടുക്കുന്നതെന്ന് നോക്കാം. തീരാതായി കേട്ടോ. ഇത്ര തന്നെ ധാരാളമാണ് നമ്മുടെ മുഖത്തും കഴുത്തിലും ഇത്ര തന്നെ ധാരാളമാണ്. കാരണം ഇതിൽ കൂടുതൽ വേണ്ട, കാരണം എന്തായാലും നമ്മൾ 3 hours കഴിയുമ്പോൾ റീഅപ്ലൈ ചെയ്യും. ഇനി റീഅപ്ലൈ ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ഇത്രയും മതി. എന്തിനാണ് വെറുതെ പ്രോഡക്ട്സ് നശിപ്പിക്കുന്നത്? ഒരിക്കലും ചെയ്യരുത്. ഇത്രയും മതി. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഇത് രണ്ട് കൈയിലും 2 വിരലെടുക്കും. ഓക്കെ, 2 വിരലെടുത്തിട്ട് ഇതിൻ്റെ ടിപ്പിൽ ഇങ്ങനെ ഒന്ന് ടാബ് ചെയ്യും. ഞാനിങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. എനിക്കതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. അതായത് ഇങ്ങനെ ഡോട്ടായിട്ട് ഇടും. ഓക്കെ, ഇത് തന്നെ ധാരാളമല്ലേ? മനസ്സിലായോ? ഇത് തന്നെ ധാരാളമാണ്. ഇനി ഇതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ മസാജ് അല്ല ചെയ്യാനുള്ള, ആപ്ലിക്കേഷനാണ് ചെയ്യാനുള്ളത്. ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഇട്ടങ്ങ് റബ്ബ് ചെയ്ത് മസാജ് ചെയ്ത് ഉള്ളിൽ കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അത് തെറ്റാണ്. ആ രീതി നമ്മൾ പതുക്കെ ഇതിനെ പ്രസ് ചെയ്ത് ആപ്ലിക്കേഷനാണ് ഒന്നിങ്ങനെ നീക്കി ആപ്ലിക്കേഷൻസ് നമ്മുടെ സ്കിൻ അനങ്ങരുത്, അതുമാതിരി നമ്മൾ അപ്ലൈ ചെയ്യണം. അല്ലാതെ ഇങ്ങനെ അമുക്കി മസാജ് ചെയ്ത് കയറ്റേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ പതുക്കെ റബ്ബല്ല അതിന് പറയുന്നത്, അപ്ലൈ ചെയ്യുക. നമ്മുടെ സ്കിന്നിന് ഒട്ടും അനങ്ങരുത് അവിടെ. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ സ്കിന്നിലോട്ട് കയറിക്കോളും. ഓക്കെ, പതുക്കെ പൊട്ടിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വളരെ ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ മുഖത്ത് പൊട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നന്നായിട്ടങ്ങ് അപ്ലൈ ചെയ്യാം. ഞാൻ ആ പൊട്ടൊന്നും അഴിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. ബാക്കി വരുന്നത് നമുക്ക് കഴുത്തിലോട്ടും കാണുന്ന ഭാഗത്തോട്ടും കൈയുടെ പുറത്തോട്ടും ഒക്കെ തേക്കാം. ഇപ്പം നിങ്ങൾക്ക് തോന്നും വൈറ്റ് കാസ്റ്റ് ആണെന്ന്. ഇല്ല, ഒരു 1 minute 2 minute കഴിയുമ്പോൾ ഇതെല്ലാം സബ്സൈഡ് ചെയ്ത് വൈറ്റ് കാസ്റ്റ് ഒട്ടും കാണത്തില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട, വൈറ്റ് കാസ്റ്റ് ഒട്ടുമേ കാണത്തില്ല. പക്ഷേ എന്നാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വേണം ചെയ്യാം. അല്ലാതെ 2 ഫിംഗേഴ്സ് ഒരിക്കലും 2 ഫിംഗർ ഇതുവരെ എടുത്തിട്ട് വെറുതെ വേസ്റ്റ് ആക്കരുത് പ്രോഡക്റ്റ്. അപ്പോൾ ഇമാതിരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു 2 minutes കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാമേ. കണ്ടോ, ഇപ്പം 2 minutes കഴിഞ്ഞു. അപ്പോൾ അത് സബ്സൈഡ് ചെയ്ത് കണ്ടോ. അധികം കാണാനില്ലല്ലോ, വൈറ്റ് കാസ്റ്റ് ഒട്ടും കാണാനില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ തന്നെ നോക്കി, ഒട്ടും കാണാനില്ല. 2 minutes കഴിഞ്ഞു. ഇവിടെയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് അപ്ലൈ ചെയ്തത്, കാരണം എനിക്ക് പൊട്ടൊന്നും മായണ്ട. പിന്നെ ചെവിയിൽ ബാക്കി വരുന്നത് ചെവിയിലും ഇവിടെ ഈ ചെവിയുടെ പുറകിലുണ്ടല്ലോ അവിടെയും
കഴുത്തിലും എല്ലാം എല്ലായിടവും അപ്ലൈ ചെയ്യണം, കാണുന്ന ഭാഗം. കാരണം ഈ ഭാഗം പെട്ടെന്ന് നമുക്ക് വയസ്സാകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇവിടെ നന്നായിട്ട് ചെയ്യണം. കാരണം നമ്മൾക്ക് ഇച്ചിരി വണ്ണമുള്ള, എന്നെ പോലെ വണ്ണമുള്ളവർക്കൊക്കെ ഡബിൾ ചിന്നും കാണും. അപ്പോൾ ഇവിടെ പെട്ടെന്ന് ചുളിയും. അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ കണ്ണിൻ്റെ താഴെ അവിടെയും പെട്ടെന്ന് ചുളിയുന്ന ഭാഗമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിട്ട് തന്നെ സൺസ്ക്രീൻ തികഞ്ഞ് ബാക്കിയും വരും ഇത്രയും എടുക്കുമ്പോൾ തന്നെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതേപോലെ ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു ഹാക്കും കൊണ്ട് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.